ഗൈസ്, ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം പരിചയപ്പെട്ടാലോ? അതിനുവേണ്ടി 150 ഗ്രാം മൈദ, 2 കോഴിമുട്ട, ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എടുത്ത് വെച്ചേക്കുന്ന മൈദ മാവ് അതിലേക്ക് തട്ടി ഒന്ന് കുഴച്ചെടുക്കാം. കൂടെ തന്നെ 2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ദോശമാവിന്റെ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ മാവ് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പൊ മാവ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി അടുപ്പിലേക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കുക. ചൂടായതിനു ശേഷം മാവ് ഇങ്ങനെ ഒഴിച്ച് നമുക്കൊന്ന് മൂടി വെക്കാം. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ് മൂടിയൊന്ന് മാറ്റുമ്പോൾ നമ്മുടെ മുട്ടയപ്പന്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ തുളകളൊക്കെ വന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ഇതിന്റെ പാകം മനസ്സിലാക്കുന്നത്. ഇനി ഇതിന്റെ 4 വശം ഒന്ന് ഇളക്കി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നെയ്യ് പുരട്ടി ഇതുപോലെ വെക്കേണ്ടതാണ്. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ചെയ്തെടുത്തിട്ട് വരാം. നമ്മുടെ കിട്ടിലെ മുട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ബീഫ് കറിക്കൊപ്പവും ചിക്കൻ കറിക്കൊപ്പവും മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇത്ര പഞ്ചസാര ഇട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ നിങ്ങളുടെ ലൈക്കും കമന്റും. ഓക്കെ, ബൈ.